Krishnapriya, you will get the first 1 minute and your time starts now. മാനവ വിഭവ ചോർച്ച പരിഹരിക്കാൻ കഴിയും. ഒരു ദേശീയ അന്തർദേശീയ പഠന ഹബ്ബായി കേരളത്തെ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. ജോലിക്കനുസരിച്ചുള്ള പഠന സമയം ലഘൂകരിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത് വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താനാകും. UP പോലുള്ള ഒരു സംസ്ഥാനത്ത് UK-യുടെ ഒരു ക്യാമ്പസ് വരുന്നത് ആലോചിക്കുക. UP-യുടെ ഒരു ജീവിത നിലവാരമേ ആയിരിക്കില്ല ആ ക്യാമ്പസിനുള്ളിൽ എന്നുള്ളത് കൊണ്ടും ഭാഷ, വേഷം, ഭക്ഷണം, സദാചാരം, ജീവിത രീതി തുടങ്ങിയ സാമൂഹിക സങ്കല്പനങ്ങളിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വരുമെന്നുള്ളതും സാംസ്കാരിക വിനിമയത്തിലൂടെ മെച്ചപ്പെട്ടൊരു സംസ്കാരം രൂപപ്പെട്ടു വരുമെന്നുള്ളതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു ആഗോള പൗരൻ എന്ന നിലയ്ക്ക് രൂപപ്പെടുത്തിയെടുക്കാനും ആഗോള ലോകത്തിലേക്കുള്ള നമ്മുടെ യാത്ര കുറെ കൂടി എളുപ്പമാക്കാനും ഇതുവഴി സാധിക്കുന്നു. വിദേശ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ഫീസിൽ അവരുടെ ക്യാമ്പസുകൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മുൻപ് വിദേശത്തേക്ക് പോയിരുന്ന ശ്രീലങ്കൻ, ആഫ്രിക്കൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒരു ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തെ അവർ തന്നെ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇവരെ സ്വാഗതം ചെയ്യേണ്ടത് അനിവാര്യമാണ്. Yes. Now Anju, you will get 1 minute and your time starts now. ഏറ്റവും ഭംഗിയുള്ള പാത്രത്തിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വിഷമാകാതിരിക്കുന്നില്ല. കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് സ്വയം നമ്മൾ തന്നെ പറയുന്ന മസ്തിഷ്ക ചോർച്ച തടയാൻ എന്ന വ്യാജേന ഭംഗിയുള്ളൊരു പാത്രത്തിലാക്കി അവതരിപ്പിക്കുന്നതാണ് 2000ങ്ങളുടെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ആലോചിച്ചുകൊണ്ടിരുന്ന ഈ വിദേശ വിദ്യാഭ്യാസ സ്ഥാപന നയം. അതായത് 2023 ജനുവരിയിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഇതിനു വേണ്ടിയിട്ട് ഒരു മാർഗരേഖ പുറത്തിറക്കുകയും ഓസ്ട്രേലിയയിൽ നിന്ന് ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലേക്ക് ഇതിനു വേണ്ടി പ്രപ്പോസൽ അയക്കുകയും ചെയ്യുന്നത്. 2000 ആണ്ട് ഏപ്രിൽ മാസത്തിൽ ബിർളയും അംബാനിയും നടത്തിയ ഒരു പഠനപ്രകാരം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ലാഭകരമായ ഒരു ഇൻഡസ്ട്രി എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ലാഭകരമായ ഇൻഡസ്ട്രി ആണെന്നും അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയ്ക്ക് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ അവകാശം ഉണ്ടാകണമെന്നും അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് AB വാജ്പേയി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അതായത് ഇപ്പോൾ വരുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റികൾ ഇതൊന്നും കണ്ടിട്ടില്ലെന്നാണ് നമ്മൾ കരുതുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2000 കണ്ട കാര്യം അവർ 1990കൾ തന്നെ കണ്ടിട്ടുണ്ടാവണം. Yes, Anju, രണ്ടുപേരുടെ 1 minute അവസാനിക്കുകയാണ്. Now we move to the debate and your time starts now. കർണാടക, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ സ്വകാര്യ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിത് സ്വാഗതം ചെയ്യാൻ വൈകി എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും അവർക്ക് ക്യാമ്പസ് തുടങ്ങാമെന്നുള്ള സാഹചര്യത്തിൽ അത് കേരളത്തിലാകാൻ കേരളത്തിന് ഒരു നല്ലൊരു മാർക്കറ്റ് ചെയ്ത് അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ എതിർക്കുന്നത് വഴി നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ അവസരങ്ങളാണെന്ന് ഓർക്കേണ്ടതുണ്ട്. അഞ്ജു, സുഹൃത്തെ, ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചു ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനങ്ങളൊന്നാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ തീരുമാനം അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആവുന്നത്. വിദ്യാഭ്യാസത്തിന്റെ അഥവാ വിജ്ഞാനത്തിന്റെ കുത്തകവൽക്കരണത്തിന് ആക്കം കൂട്ടുകയാണ് വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നത് മൂലം. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായി എതിർക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതായിട്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എപ്പോഴും പുറത്തേക്ക് പോകുന്നുണ്ട്. വിദേശത്തേക്ക് മാത്രമല്ല, ഇന്ത്യയിലകത്ത് തന്നെ മഹാരാഷ്ട്ര, പൂനെ, ഹൈദരാബാദ്, ബാംഗ്ലൂർ പോലുള്ള വിവിധ പ്രദേശങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒരു കുടിയേറ്റം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ദേശീയ പഠന ഹബ്ബായി എന്തുകൊണ്ട് കേരളത്തെ മാറ്റിക്കൂടാ? നമ്മുടെ കാലാവസ്ഥ, ഭക്ഷണം, ജീവിതം, കുറഞ്ഞ ക്രിമിനൽ നിരക്ക് എന്നിവയൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മുൻപ് ഒരു സ്വകാര്യ സർവകലാശാല വരുമ്പോൾ ഒരു ദേശീയ പഠന ഹബ്ബായും വിദേശ സർവകലാശാല വരുമ്പോൾ ഒരു അന്തർദേശീയ പഠന ഹബ്ബായും ഒക്കെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാവുന്നതല്ലേ? അഞ്ജു, നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മിന്നുന്നത് മാത്രമേ നമ്മുടെയൊക്കെ കണ്ണിൽ പെടുകയുള്ളൂ. എന്നാൽ ഈ മിന്നുന്നതിന് പുറകിൽ മറിഞ്ഞിരിക്കുന്ന കറുത്ത നിറം നമ്മൾ ആരും കാണാറില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പ്രൈവറ്റൈസേഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രൈവറ്റൈസേഷൻ വന്നു. റെയിൽവേ പോലും സ്വകാര്യവൽക്കരിക്കാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പതിയെ നമ്മുടെ കുട്ടികൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുറയുകയും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യാപകർക്ക് കൂടുതൽ ഓഫർ കിട്ടി അവർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോവുകയും അപ്പോൾ ഇതൊക്കെ നഷ്ടമാണെന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ആ സർവീസ് സെക്ടറിൽ നിന്ന് പിന്മാറാൻ പറ്റും. അപ്പോൾ അവിടെ വരുന്നത് സോഷ്യോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ ഡിസ്പാരിറ്റി, അതായത് വലിയൊരു ഗ്യാപ്പാണ് അവിടെ വരാൻ പോകുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് സഹിക്കാൻ ഇതെല്ലാം താങ്ങാൻ കഴിയുന്ന സാമ്പത്തികമുള്ളവന് ഇതെല്ലാം പറ്റുകയും ഇല്ലാത്തവൻ തഴയപ്പെടുകയും സോഷ്യൽ ഡിസ്പാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ ഇത്തരമുള്ള ന്യായവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതിലുമേറെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം സാമൂഹിക അസമത്വങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് എപ്പോഴും ആഗോള തലത്തിലേക്ക് ഓടിയെത്താൻ മറ്റുള്ള വിദ്യാർത്ഥികളുമായി മത്സരിക്കുന്ന സമയത്ത് നാം പിന്നിലോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കുറേ വർഷങ്ങളെടുത്ത് മാത്രം നേടിയെടുക്കാമായിരുന്ന ചില കാര്യങ്ങളെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നേടാനായത്, അതുപോലെയുള്ള ഒരു വലിയ മാറ്റത്തിനാണ് ഇത് കാരണമാകുന്നത്. അഞ്ജു,
താങ്കൾ പറയുന്നത് പ്രകാരം ഇപ്പോ ഇന്ത്യയിലേക്ക് വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരികയാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നിരിക്കലും എത്ര കുട്ടികൾ അവിടെ പഠിക്കാൻ ചേരും എന്നുള്ളതും ഒരു ചർച്ചാ വിഷയമാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന മുൻപിൽ സംസാരിച്ചവരടക്കം പറഞ്ഞ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, അതായത് മസ്തിഷ്ക ചോർച്ച വരുന്നതിന് കാരണം നമ്മുടെ മസ്തിഷ്കങ്ങൾക്ക് പുറത്തു പോയി അടുത്ത സുന്ദർപ്പിച്ചാവാനുള്ള ആഗ്രഹം കൊണ്ടല്ല, പകരം ഇന്ത്യ വിട്ടുപോയി അവിടെ ജോലി ചെയ്ത് സ്ഥിരതാമസമാക്കുക എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന PR അടക്കമുള്ള ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾ ഉറപ്പായും അങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കില്ല. യെസ്, കൃഷ്ണപ്രിയ. ലോൺ എടുത്തുകൊണ്ട് പോലും വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അതേ സംവിധാനം, അതേ നിലവാരം, അതേ ഗുണനിലവാരത്തിൽ ഇന്ത്യയിൽ ലഭ്യമാകും, അല്ലെങ്കിൽ കേരളത്തിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടും അത് പ്രയോജനപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് ശരി. മാത്രമല്ല, ഒരു പറഞ്ഞോളൂ. ജോലിക്ക് അനുസരിച്ചുള്ള ഒരു പഠനം നമുക്ക് രൂപപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് കുടുംബത്തിലേക്ക് ഒതുങ്ങിപ്പോയ ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗമായിട്ടുള്ള സ്ത്രീകൾക്ക് അത് വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താനും സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് അത് കാരണമാകാനും ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും. ലോകം നോക്കിക്കാണുന്ന കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾ, അതായത് സ്ത്രീകളുടെ മുന്നോട്ടുള്ള കടന്നുവരവിന് വേണ്ടി ഉണ്ടാക്കിയ കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾ ഒരു വിദേശ സർവകലാശാലകളും കൊണ്ടുവന്നതായിരുന്നില്ല ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് കേവലം തൊഴിലിടങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യരിലപ്പുറം ചിന്തിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, രാഷ്ട്രീയം പറയുന്ന മനുഷ്യരാണ്. കൃഷ്ണപ്രിയ, സാമ്പത്തിക അസമത്വമാണെങ്കിൽ ഈ പറഞ്ഞ യെസ്, യുവർ ടൈം ഹാസ് എൻഡഡ്. കൃഷ്ണപ്രിയ and അഞ്ജു രണ്ടുപേരും ഒന്ന് കൈകൊടുത്ത് പിരിഞ്ഞോളൂ. നല്ലൊരു കൈയടി കൊടുക്കുക. This was our third pair on stage. Federal Bank Speak for India Kerala Edition Season 8 in association with Madhrbhoomi.